ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാവില്ല ഈ ഒരു കോഴ്സിനെ കുറിച്ച്, ഇത് എന്താ കോഴ്സ് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് എന്താ കൺഫ്യൂഷൻസ് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് എന്താണ് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേര് പോലെ തന്നെ നമുക്ക് എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഇതുവഴി കൊടുക്കുന്നത്. എല്ലാ കോഴ്സ് എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ലെവലും ബിടെക് ലെവലും ഇൻക്ലൂഡ് ഗേറ്റ് അടക്കം ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, RRB, JEE, SSC, JEE, അതുപോലെ സ്റ്റേറ്റിലെ AE എക്സാംസ്, ഓവർസിയർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എല്ലാ എക്സാംസിനും വേണ്ട കണ്ടന്റുകൾ നമ്മൾ കൊടുത്തിട്ട് ഓരോ എക്സാമിനും വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ആ ഒരു എക്സാമിലേക്ക് മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിടെക് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് മതിയാവും അല്ലേ? ഇതൊറ്റൊരു കോഴ്സ് മതി. സർക്കാർ ജോലിയിലേക്കുള്ള ഒരു സിംഗിൾ കോഴ്സ് ആയിട്ട് വേണമെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുവാണെങ്കിൽ തന്നെ ഒരു എക്സാമിന് ഓറിയന്റഡ് ഈ കോഴ്സ് മിനിമം ഒരു 30,000 ഒക്കെ സ്പെൻഡ് വരും. അത് ആ ഒരു എക്സാമിന്റെ ഒരു വാലിഡിറ്റി അതേ ഉണ്ടാവുള്ളൂ. പക്ഷെ വേറൊരു എക്സാമും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോ നമുക്ക് നോൺ ടെക്നിക്കൽ വരുന്ന എക്സാംസ് കൂടി നമ്മൾ നോൺ ടെക്നിക്കൽ കണ്ടന്റ് അൺലോക്ക് ചെയ്ത് കൊടുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിലവിൽ കുറെ എക്സാംസുകൾ സിവിലിൽ വന്നിട്ടുണ്ട്, ഇനി വരാനും ഉണ്ട്. അപ്പം ഇത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതൊരു ബെസ്റ്റ് എന്താ പറയാ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു PDF ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ആ PDFനകത്ത് ഇനി വരാൻ പോകുന്ന വേക്കൻസീസിനെ കുറിച്ച് അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ. അപ്പൊ നമുക്ക് കോഴ്സിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ മെയിൻലി BTech BE സിവിൽ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ താഴെയുള്ള ക്വാളിഫിക്കേഷനുള്ള എക്സാംസിനും നിങ്ങൾ സജ്ജമാകുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ. അത് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷന് പോകുന്ന സമയത്ത് ബിടെക് ലെവലിലുള്ള കോഴ്സ് ഉണ്ടാവും, ഡിപ്ലോമ ലെവലിലുള്ള കോഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ITI ലെവലിലുള്ള പോസ്റ്റ് ഉണ്ടാവും. ITI ലെവലിൽ എല്ലാ എക്സാമിനൊന്നും പറ്റത്തില്ല, എന്നാലും കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ചില പോസ്റ്റുകൾക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാ കോഴ്സിനും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു ബെസ്റ്റ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കോഴ്സ് തന്നെയാണ് സിവിലിൻ്റെ എന്നുള്ളത് എനിക്ക് ഒരു പോയിന്റ്സ് തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാമല്ലേ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതെ, നമ്മൾ വാലിഡിറ്റി കൊടുക്കുന്ന 2 വർഷത്തെ വാലിഡിറ്റി. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ ഇനി നമുക്ക് മേജർ എക്സാംസ് ഒക്കെ തന്നെ നമുക്ക് റൗണ്ട് അടിച്ച് ലിസ്റ്റ് തീർന്ന് വരാനുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു 2 ഇയർ കൊണ്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം എക്സാം നടന്നാലും അതിൻ്റെ ഉള്ളിൽ നടന്നാലും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറും. പിന്നെ ഈ ഒരു 2 ഇയർ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മനസ്സിലായി, ഞാനിപ്പോൾ 2016 ബിടെക് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ 2017-18 സമയങ്ങളിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സാമിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അവിടെ ഈ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് ഈ 2 ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളൊരു ഗവൺമെൻറ് സെക്ടർ ജോബ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് തന്നെയാണ് സിവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ മെന്റർഷിപ്പ് പറയുകയാണെങ്കിൽ സാധാരണ നമുക്ക് ഗോൾഡ് ബാച്ചസിനൊക്കെ നമ്മൾ ഒരൊറ്റ മെന്റർ ആണുള്ളത്. മെന്റർ അവരെ ലൈവ് ക്ലാസ്സിനും ഒക്കെ ഇതാക്കുമെങ്കിൽ ഇവിടെ ഡ്യുവൽ മെന്റർഷിപ്പാണ്. ഒന്ന് എൻ്റെ പേഴ്സണൽ മെന്റർഷിപ്പാണ്, അത് കൂടാണ്ട് അഡീഷണലി ഒരു മെന്റർ കൂടി ഉണ്ടാവും. പിന്നെ അതും 1 ഇയർ ആണ്. നമ്മൾ ഈ 2 ഇയർ വാലിഡിറ്റി കൊടുത്തിട്ട് 1 ഇയർ ആണ് മെന്റർഷിപ്പ് ഉള്ളത്. അപ്പോൾ ഈ 1 ഇയർ ത്രൂ ഔട്ട് നിങ്ങളുടെ ജേണിയിൽ ഞാനും അതുപോലെ ഒരു മെന്ററും കൂടി നിങ്ങളെ കറക്റ്റായിട്ട് പഠിക്കാനുള്ളത് പഠിപ്പിച്ച് എക്സാംസ് എഴുതിപ്പിച്ച് നിങ്ങളുടെ പോരായ്മകൾ എന്താണോ അത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് നമ്മളോട് ഗ്യാരണ്ടി ചെയ്യുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സബ്ജക്റ്റ് എക്സ്പേർട്സുമായിട്ട് നമുക്ക് ഫ്രീക്വൻലി. സാറിന് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ആക്ച്വലി ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫിക്കേഷൻ ഒരുപാട് ഡൗട്ട്സുകൾ വരാറുണ്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ ഒക്കെ എന്താണ് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ റെഗുലർ മോണിറ്ററിങ് ആൻഡ് മോട്ടിവേഷണൽ സെഷൻ ബൈ മെന്റേഴ്സ്. ഇത് എത്ര ഇമ്പോർട്ടൻസ് ആണ് സാർ ഈ മോട്ടിവേഷണൽ സെഷനും മോണിറ്ററിങ്ങും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഉണ്ടാകും ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ നമ്മൾ എന്താണ് ആ ഒരു എന്താ പറയുക എന്തൂസിയാസത്തോടു കൂടി നമ്മൾ വരാറുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കൂടുതൽ ആളുകൾ ചിലപ്പം പ്രൈവറ്റ് സെക്ടറിൽ ജോബിലേക്ക് കയറുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ പുറത്ത് വിദേശത്ത് അബ്രോഡ് പോകുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ആലോചിക്കും നമ്മുടെ കൂടുതൽ ആളുകളൊക്കെ സെറ്റിലായി, നമ്മൾ സെറ്റിൽ ആവുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരും. അതൊരു ഡിപ്രഷനായിട്ട് മാറും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സാംസിന്റെ ആ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ പിന്നോട്ട് വലിക്കുന്നത്. മാത്രമല്ല സാർ, ചെറിയൊരു മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മതി, അവിടെ മാർക്ക് കുറഞ്ഞാൽ പിന്നെ അങ്ങനെ പറയുന്ന പിള്ളേരുണ്ട്, ഞാൻ ഇനി പഠിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ജേണി, എക്സാം ജേണി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ട്രാക്ക് ആയിരിക്കില്ല. ഇപ്പം നമ്മൾ ഈ ഒരു 2 വർഷത്തെ ജേണി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്രയും കാലം പഠിച്ചതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കില്ല ഈ 2 ഇയേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം ജോലിയിലേക്കുള്ള എക്സാംസുകളുടെ ആ ഒരു സമയം
കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ? ബുദ്ധിമുട്ട് തന്നെ. അതെ, ഒരുപാട് നമ്മൾ ഒത്തിരി പേർക്ക് ആൻസറബിൾ ആവുന്നു, ഒരുപാട് കാലമായിട്ട് പഠിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു ഡിഫിക്കൽട്ടി ആ ഒരു സമയത്ത് ഡിമോട്ടിവേറ്റഡ് ആകുമ്പോൾ മോട്ടിവേഷൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്ത് നിങ്ങളെ പേഴ്സണലി മോണിറ്റർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് ത്രൂ ഔട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ സ്റ്റുഡൻസിന്റെ ഒക്കെ അടുത്ത് പറയാറുള്ളത് ഇതൊരു എന്താ പറയാ ലാസ്റ്റ് എക്സാമിനേഷൻ ആയിട്ട് തന്നെ കാണും അല്ലേ. വൺസ് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യാണ്, സെറ്റിൽ ചെയ്യാൻ പോകുന്നതാണ് എന്നുള്ള ഒരു ചിന്തയോട് കൂടി നിന്ന് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളും അത്തരം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരം സെഷൻസിലൂടെ നമ്മളത് ക്ലിയർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിവിലിൻ്റെ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വെൽ നോൺ എഡ്യൂക്കേറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് തന്നെ പ്രൂവൺ ട്രാക്ക് ഉണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ LSTD 2020 നമ്മുടെ സിവിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ തൊട്ടിട്ടേ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഇഷ്ടംപോലെ അപ്പോൾ LSTD കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം പ്രിവെയിലിംഗ് ആയിട്ടുള്ള ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ എനിക്കൊന്ന് 30 പുറത്ത് ആൾക്കാർക്ക് അഡ്വൈസ് പോകും. അത് നമ്മുടെ യൂസേഴ്സ് തന്നെയാണ്. ലൈവ് ക്ലാസ് ഒക്കെ അന്ന് ഫുൾ ഫ്ലെഡ്ജിൽ നടന്ന് അവരത്രയും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച പിള്ളേരായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉള്ള നിങ്ങളും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ജേർണലിൽ ത്രൂ ഔട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് ബെസ്റ്റ് കണ്ടന്റ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് A ലെവൽ ഗോൾഡ് ബാച്ച് ആണ്. A ലെവൽ നമ്മൾ ഗോൾഡ് ബാച്ചിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വഴി കിട്ടുന്നത്. പിന്നെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ന്യൂ എക്സാം പാറ്റേൺ. അതായത് നമുക്ക് എക്സാം പാറ്റേണിന് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ സാർ? നമ്മുടെ കേരള PSC എടുത്താലും SSC എടുത്താലും RRB JEE എടുത്താലും എക്സാം പാറ്റേണിന് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് ഉൾപ്പെടുത്തി നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിജിറ്റൽ ബോർഡിൽ ഷൂട്ട് ചെയ്ത ക്ലാസ്സസ് ആണ്. അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. അതായത് ഈ ലേറ്റസ്റ്റ് സിലബസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 2 ഇയർ വാലിഡിറ്റിയിൽ കൊടുക്കുന്ന ഈ ഒരു കോഴ്സിൽ ഇതിൽ ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത്, അതായത് ബിടെക് കഴിഞ്ഞ ആളുകളാണോ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ആളുകളാണോ അല്ലെങ്കിൽ ഇനി ബിടെക് ഫൈനൽ ഇയേഴ്സ് ആണോ, ആർക്കാണ് ഇത്? നമുക്കിപ്പം എനിക്ക് വന്ന് ബിടെക് ഫൈനൽ ഇയേഴ്സ് അടുത്ത മാസം ജൂൺ 1st വീക്കോട് കൂടി അവരുടെ എക്സാംസ് കഴിയും. പിന്നെ അവർക്ക് എന്താണ് അവരുടെ ഫ്യൂച്ചർ എന്ന് തീരുമാനിക്കാനുള്ള ടൈമാണ്. അവർക്ക് തീർച്ചയായും ഈ 2 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് പഠിച്ചിറങ്ങുമ്പോൾ 21 ഇയേഴ്സ് ഒക്കെ കാണുള്ളൂ മാക്സിമം. അതിലൊരു 2 വർഷത്തെ കോഴ്സ് എടുത്ത് നമ്മൾ ചിലപ്പോൾ 1 വർഷത്തിനുള്ളിൽ തന്നെ എക്സാം വരാം. അപ്പം നമുക്ക് ചെറിയ വയസ്സിൽ എന്ത് പറ്റും, സർവീസിൽ കയറാൻ പറ്റും എന്നുള്ള കാര്യമാണ് അത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബിടെക് കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയവരാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കഴിഞ്ഞ ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ലിസ്റ്റ് വളരെ ചെറുതായിരുന്നു. നമ്മുടെ PWD ഇറിഗേഷനൊക്കെ വന്നു. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറേ പേര് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ഓവർസിയർ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും വേണമെങ്കിൽ തിരിച്ച് ട്രാക്കിലേക്ക് വരാനും ഒക്കെ യൂസ്ഫുൾ ആണ്. പക്ഷേ നമ്മൾ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് എന്ന് പറയുന്നെങ്കിലും ഏത് സ്റ്റേജിൽ നിൽക്കുന്നവർക്കും ഇപ്പോഴും നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്ന് തോന്നുകയാണ് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ശരിക്കും ഇപ്പം ഞാൻ 2016 എൻ്റെ ഒരു സിറ്റുവേഷൻ ആണ് ആലോചിക്കുന്നത്. അതായത് 2016 ഈ എക്സാം കഴിഞ്ഞ ഉടനെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എക്സാമിനേഷന് വേണ്ടി പഠിക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ബിടെക് ലെവലിലുള്ള PSC എക്സാംസ് പോകണോ, അല്ലെങ്കിൽ RRB എക്സാമിന് പോകണോ, അല്ലെങ്കിൽ SSCക്ക് പോകണോ, ആ സമയത്ത് PSCയുടെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള PSCക്ക് പോകണം. അങ്ങനെ ആ ഒരു സമയം ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. ഇവിടെ നിങ്ങൾ ബിടെക്കിൽ കോർ ഫീൽഡിൽ ഒരു ജോബാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. കാരണം നിങ്ങൾക്കുള്ള എല്ലാ കോഴ്സുകളും അങ്ങനെ തന്നെ പറയാം, ബിടെക് കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ കോഴ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ അമുമിസിന്റെ ആ ഒരു ഡയറക്റ്റ് മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഓക്കെ. അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് തീരുന്നില്ല, ഇനിയും നമുക്കുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മുടെ AE എക്സാംസ് വരാനുണ്ട്, JEE എക്സാം വരാനുണ്ട്. പലർക്കും അറിയത്തില്ല എന്താണ് AE എക്സാമിൻ്റെ പ്രത്യേകത, JEE എക്സാമുമായിട്ട് വ്യത്യാസം എന്താണ്. RRB JEE വേറൊരു രീതിയാണ്, അതുപോലെ തന്നെ SSC JEE വേറൊരു രീതിയാണ്, നമ്മുടെ AE എക്സാംസ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയാസ് ആദ്യം കിട്ടണം. അതായത് നമ്മളിപ്പം ബിടെക് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതി മാത്രമാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഫോമിൽ എഴുതിയാലും മാർക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കറക്റ്റ് ഒരു ഓപ്ഷനിലുള്ള ആൻസർ ബബിൾ നമ്മൾ ഏത് സ്റ്റെപ്പിൽ എത്തുന്നു എന്നുള്ളത് അവിടെ മാറ്റർ ആണ്. മാനേജ്മെന്റും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈമിനുള്ളിൽ കാരണം ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതാനൊക്കെ ഒരുപാട് സമയം കിട്ടും. ഇവിടെ ഒരു ക്വസ്റ്റ്യനെ ലെസ് ദാൻ 1 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കാൽക്കുലേഷൻ ടിപ്പ് നമുക്ക് കേരള PSCയിലേക്ക് വരുവാണെങ്കിൽ കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് 2020 ശേഷം നടന്ന ഏത് പരീക്ഷ AE ലെവലിൽ എടുത്തു കഴിഞ്ഞാലും നല്ല കാൽക്കുലേഷൻ, അതായത് വലിയ നമ്പേഴ്സ് പയ്യൊക്കെ വരുമ്പോൾ പലതും സ്റ്റക്കായി അവിടെ നിൽക്കും. ഇതിൽ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ
വെച്ചാൽ ബിടെക്കിന് +2 നമ്മൾ എൻട്രൻസ് കോമ്പറ്റീഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റർ അങ്ങ് ഒഴിവാക്കി. പക്ഷെ ബിടെക്കിന് നമ്മൾ എല്ലാവരും ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ടാവും. അതെങ്ങനെയാണ് അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുക? ഒരു കാൽക്കുലേഷനിൽ അവർ ഫുള്ള് കാൽക്കുലേറ്ററിലേക്ക് അതെ അത് ബിടെക് കഴിഞ്ഞ് ബാങ്കിൽ പോലും ആൾക്കാർ കയറുമ്പോഴത്തേക്ക് ബിടെക്കാരാണോ ചോദിക്കുന്നത് കാൽക്കുലേറ്റർ ചെറിയ സം വരെ അങ്ങനെ ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു റുട്ടീനിൽ വന്നു പോയി, അതായിപ്പോയി. അപ്പം നമുക്കിപ്പോഴും എൻ്റെ ലൈവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേർ കാൽക്കുലേറ്റർ വെച്ച് പെട്ടെന്ന് ആൻസർ ഉള്ളത്. അപ്പം ഞാൻ പറയാതെ ചെയ്യരുത്. നമ്മുടെ വാട്ടർ അതോറിറ്റി എക്സാമിൻ്റെ സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ഞാൻ പോയി പഠിപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കാൽക്കുലേറ്റർ ഉപയോഗിക്കരുത്. പക്ഷെ അവരന്ന് ഒരു പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യും. എന്നിട്ട് എക്സാം ഹോളിലോട്ട് ചെന്ന സമയത്ത് നമുക്ക് ടോർഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് സാർ. അതിനകത്ത് ഫുള്ള് നമുക്ക് ഏരിയ π/4 d² അങ്ങനെ വലിയ അതും ഒരു വലിയ കാൽക്കുലേഷനാണ്. വലിയ നമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സ്റ്റക്കായി പോകും. എക്സാമിന് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇതുപോലെ വലിയ കാൽക്കുലേറ്റർ വരുന്നതാണ്. അപ്പോൾ അവിടെ സ്റ്റക്കായി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവർ പ്രാക്ടീസ് ചെയ്യാത്തത്. മാത്രമല്ല കാൽക്കുലേഷൻ നമുക്ക് ഒരുപാട് ടിപ്പുകളുണ്ട്. അപ്പം നമ്മൾ ക്ലാസ്സസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ സെഷൻസ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ എങ്ങനെ സ്പീഡപ്പ് ആക്കാം, അതുപോലെ തന്നെ ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ് ഈ പൈയൊക്കെ തന്നെ റൗണ്ട് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഏരിയ ഒക്കെ തന്നെ ചിലതും പഠിച്ചു വെക്കാൻ പറ്റും. കുറച്ച് ലോഗ് വാല്യൂസ് പഠിച്ചു വെക്കുക. അങ്ങനെയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് പെട്ടെന്നാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മൾ കൊടുക്കും. പിന്നെ തിയറി ആണെങ്കിലും കണ്ടമാനം തിയറി പഠിക്കാതെ തിയറി എല്ലാം നമ്മൾ സ്മാർട്ട് വർക്കിലൂടെ, അതായത് പെട്ടെന്ന് ഓർത്ത് വെക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ പഠിച്ചു വെക്കുന്ന രീതിയിൽ പറയുന്നു. പിന്നെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ലൈവ് സെഷൻ ബേസ്ഡ് ഓൺ ഡിഫറെന്റ് അപ്കമിങ് എക്സാം. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. അങ്ങനെയല്ല. ഓരോ എക്സാംസ് നിങ്ങൾക്ക് ഓരോ മാസം, ചിലപ്പോൾ ഈ മാസം ഒരു എക്സാം വരുന്നുണ്ട്, അടുത്ത മാസം മറ്റൊരു എക്സാം ആയിരിക്കും. ആ എക്സാമുകൾക്കൊക്കെ എന്താണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അല്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കസ്റ്റം ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്കുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ നമ്മുടെ സിവിലുകാർക്ക് ആ 4 ആഴ്ചയിൽ 4 എക്സാംസ്. ഒരു എക്സാം A ആണെങ്കിൽ അടുത്ത ഓവർസിയർ. അപ്പോൾ 7 ദിവസം വ്യത്യാസത്തിലാണ് ഇത് വരുന്നത്. നടക്കുന്നത് കണ്ടന്റ് സംഭവം സെയിം ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ലെവല് ഡിഫറെന്റ് ആണ്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നേരം ഒരുപാട് പേർക്ക് ആ ഒരു പ്രശ്നം കൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ ഒന്നും കഴിഞ്ഞ് വന്ന ലിസ്റ്റുകളിൽ വരാത്തത്. അപ്പോൾ അത് നമുക്ക് ഇനിയും അങ്ങനെ തന്നെ ആ ഒരു പാറ്റേൺ തന്നെ പ്രതീക്ഷിക്കാം. ഒരു മാസം കൊണ്ടൊക്കെ എക്സാം വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ, അതായത് നമ്മൾ അപ്കമിങ് എക്സാംസിനെ കുറിച്ച് ഓൾറെഡി ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മളൊരു സെഷൻ തരും, ഇതാണ് എക്സാം, ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അഡീഷണലി നമ്മുടെ സിവിൽ കൂടാണ്ട് ചിലപ്പോൾ മെക്കാനിക്കൽ വരാം, ചിലപ്പം കെമിക്കൽ വരാം. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ അതിൻ്റെ കൂടെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കുറച്ച് പഠിച്ചു തുടങ്ങിയാൽ ഫൈനലി നമ്മുടെ ബേർഡൻ കുറച്ച് കുറയും. ഓക്കെ. പിന്നെ നമ്മുടെ ലൈവിൻ്റെ കാര്യം, 3 ലൈവാണ് ആദ്യം നമ്മൾ പറയുന്നത്. പിന്നെ എക്സാം അടുക്കുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കൂടിക്കൊടുക്കും. ഓക്കെ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതിനെ കുറിച്ചിട്ട് എന്താ സാറ് പറയാനുള്ളത്? നമുക്ക് ഒരു മോക്ക് ടെസ്റ്റുകളൊക്കെ 1000-ൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകളുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന സമയത്ത് ഇത് റെക്കോർഡഡ് സെഷൻസ് ആയിട്ടല്ല അങ്ങ് കിട്ടുന്നത്, ലൈവ് സെഷൻസിൽ തന്നെയാണ് കിട്ടുന്നത്. ഓരോ പുതിയ എക്സാംസുകൾ നടക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് ഡിസ്കഷൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എക്സാമിലെ ട്രെൻഡ് കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഈ മോക്ക് ടെസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും എക്സാംസുകൾ എന്ത് ചെയ്യാണ്, ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. നിങ്ങളുടെ ലെവൽ എന്താണ്, നിങ്ങളുടെ റാങ്ക് എന്താണെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു പ്രഡിക്ഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അക്യുറസി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം മോക്ക് ടെസ്റ്റുകൾ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ വരുന്ന ഒരു കോഴ്സ് കൂടിയായിട്ട് മാറുകയാണ്, ലൈഫ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പ്രത്യേകത ആയിട്ട് മാറുകയാണ്. യെസ്. പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ, അതായത് ഓൾഡ് അതുപോലെ തന്നെ ലേറ്റ്, ഞാൻ പറഞ്ഞത് 2020 ശേഷമാണ് നമ്മുടെ സിവിലിൻ്റെ എക്സാംസിന് ഒരു വ്യക്തമായ ചേഞ്ചസ് വന്നു തുടങ്ങി. അങ്ങനെ തന്നെ. അതെ. പിന്നെ നമുക്ക് ഫ്രീക്വൻ്റ്ലി എക്സാം നടക്കുന്നതുകൊണ്ട് ആ ഒരു പാറ്റേൺ ചേഞ്ച് കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 2020 ശേഷമുള്ള പാറ്റേൺ മനസ്സിലാക്കി, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വന്ന വ്യത്യാസം മനസ്സിലാക്കി, കാൽക്കുലേഷൻ സൈസ് കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. പിന്നെ ഇപ്പം നമുക്ക് കഴിഞ്ഞ വർഷം നടന്ന എക്സാംസിന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കി ആൻസർ ചെയ്യണമെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ ഫൗണ്ടേഷൻ തന്നെ സ്ട്രോങ് ആയിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ സബ്ജക്ട് വൈസ്, ടോപ്പിക് വൈസ് ഒക്കെ നിങ്ങൾക്ക് എക്സാംസ് അവൈലബിൾ ആണ്. ഇത്രയുമാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും സെറ്റുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു സിവിൽ ഫൗണ്ടേഷൻ കോഴ്സ്. തീർച്ചയായിട്ടും മറ്റ് ബ്രാഞ്ചസിലേക്കും ഇതുപോലുള്ള കോഴ്സുകളൊക്കെ വരുന്നുണ്ടാവും. ഇപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സിവിലാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക്
ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഒരു മികച്ച കോഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മിസ് തന്നെ പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എക്സാംസിന് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ്. നിങ്ങൾ ഒരു എക്സാമിനെ ബേസ് ചെയ്തല്ല പഠിക്കുന്നത്, ഒരു സെറ്റ് ഓഫ് എക്സാംസ് അല്ല 2 വർഷത്തിനകത്ത് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിന് നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഫോം കൊടുക്കാം, അത് ഫില്ല് ചെയ്യുക. അതിനകത്തുള്ള ഡീറ്റെയിൽസ് വെച്ച് നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കോഴ്സിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത് ഫാക്കൽറ്റി ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനാണ് എല്ലാവരും ചോദിക്കുന്നത് ആരാണ് പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഫാക്കൽറ്റി ഡീറ്റെയിൽസ് അടങ്ങുന്ന കംപ്ലീറ്റ് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അപ്കമിങ് എക്സാംസിൻ്റെ ലിസ്റ്റ്, അതുപോലെ തന്നെ അഡ്വൈസ് ഡീറ്റെയിൽസ്, ബാർ ചാർട്ടിൽ, അതായത് നിങ്ങൾക്ക് സിവിലിൽ തന്നെ ഒരുപാട് എക്സാംസിലും പല രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും ബാർ ചാർട്ട് വൈസ് ഏത് പോസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ അടങ്ങിയ ഒരു PDF നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.